ഹായ് ഹലോ നമസ്കാരം, ഇതാരെയാണ്? അപ്പോളേ എന്താ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നില്ലേ ചിന്തിക്കുന്നത്? ഇന്നൊരു ചെറിയൊരു ഓണ സെലിബ്രേഷൻ ആട്ടോ. എൻ്റെ കൂട്ടുകാരും ഒത്ത് ഒന്ന് കണ്ടിട്ട് വന്നാലോ? വയൂ. അപ്പോൾ ഒരുങ്ങാനുള്ള സാധനങ്ങളെല്ലാം നിരത്തി വെച്ചു. ഒരു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ചെറിയൊരു ഫോട്ടോഷൂട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അമ്മയെ കൂടി രണ്ടൊന്നും അറിഞ്ഞും പുറഞ്ഞും ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ വന്നു കേട്ടോ. വന്നപാടെ ഞങ്ങൾ സെൽഫി എടുക്കാനിരുന്നേ. സെൽഫി എടുത്ത് അപ്പോഴേ നമ്മുടെ ആസ്ഥാന മാവേലി വന്നു. മാവേലിക്ക് നല്ല എനർജി ഉണ്ടായിരുന്നുകൊണ്ടുണ്ടല്ലോ ഞങ്ങളുടെ കിടിലോണം ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊരു പാട്ടിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഓണത്തിൻ്റെ തുടക്കം. പാട്ട് പാടാൻ അറിയത്തില്ലെങ്കിലും പാട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ആസ്വദിക്കും കേട്ടോ. അടിപൊളി പാട്ട്. നമ്മൾ ഓണം ആഘോഷിച്ചത് ഓണം കഴിഞ്ഞിട്ടാട്ടോ. വൈകി വന്ന വസന്തം എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ഓണം വരും. നമ്മുടെ കിടിലോണം നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഒരേ വൈബുള്ള കുറേ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കിടിലോണം തകർത്തു മറിച്ചു കേട്ടോ. അപ്പോൾ കളികളായിട്ടും പാട്ടായിട്ടും ഡാൻസായിട്ടും തിരുവാതിരയായിട്ടും അടിച്ചു പൊളി. ഓണത്തിന് മാത്രമല്ല കേട്ടോ, ക്രിസ്മസിനും എന്ത് പരിപാടി വെച്ചാലും നമ്മൾ ഇങ്ങനെയാട്ടോ. ഇത്രയും നല്ല കൂട്ടുകാരെ കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജോലിക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഇത് വലിയൊരു നഷ്ടമായി എന്നെ കേട്ടോ എനിക്ക്. അപ്പം ഞങ്ങളുടെ ചാട്ടവും തുള്ളലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ണാനിരുന്നു കേട്ടോ. സദ്യ മുഖ്യം ബിഗിലേ. അപ്പം എവിടെയാണെങ്കിലും നമുക്ക് ഫുഡ് ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പം ഞങ്ങൾ എല്ലാവരും നേരെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, തരക്കേടില്ലാത്ത ഭക്ഷണമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാ കറികളും കുഴപ്പമില്ലായിരുന്നു, ഓക്കെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസമാട്ടോ. അടപ്രഥമൻ സൂപ്പറായിരുന്നു. അപ്പം നല്ലൊരു സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും പരദൂഷണവും കൊച്ചു വർത്താനം ഇതൊക്കെ അങ്ങനെ നീളും. അപ്പം എനിക്ക് വിളി വന്നു, അമ്മ ഇവിടെയാ വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നേരത്തെ ഇറങ്ങി. അപ്പം എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരും ഒത്തിട്ടുള്ള കൊച്ചോണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.